ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മളിപ്പോ എത്തിയിട്ടുള്ള പുത്തനാണിയുള്ള പാർക്ക് റെസ്റ്റോറന്റിലാട്ടോ. കുറെ കാലമായി അഫീഫ് നമ്മളെ വണ്ടി എടുത്ത് ചെലവ് തരാന്ന് പറഞ്ഞ് പറ്റിക്കണേ. അതിന്റെ പറ്റിക്കൽ ഇന്നാട്ടോ മുതലാക്കാൻ പറ്റി. അങ്ങനെ ടീംസ് എല്ലാരും എത്തിയപ്പോ ഞങ്ങൾ നേരെ ഉള്ളിൽ കയറിട്ടോ. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഫുഡ് ഡൈനിങ് ഏരിയ ഉണ്ട് കേട്ടോ. എ സി ആയാലും നോൺ എ സി ആയാലും. ഞങ്ങൾ നേരെ പോയി എ സി ഹാളിൽ പോയിരുന്നു. നല്ല അടിപൊളി സൗകര്യം കേട്ടോ അവിടെ. പിന്നെ ഒന്നും നോക്കിയില്ല, മെനു കാർഡിൽ കണ്ട ചൈനീസ് പ്ലാറ്റർ ആണ് ഓർഡർ ചെയ്ത്. ചൈനീസ് പ്ലാറ്റേഴ്സ് കൂടാതെ പലതരം വേറെ പ്ലാറ്റേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ സലാഡ് എത്തി. സലാഡ് തിന്നു കഴിഞ്ഞപ്പോ ഫുഡ് എത്തിയിട്ടാ. ഫുഡാണ് കൊടുന്ന് നിരത്തിയാണ് വെച്ചപ്പോ 6 ആൾക്ക് തിന്നാൻ പറ്റിയ ഫുഡ് അത്യാവശ്യം ഒറ്റ പ്ലാറ്ററിൽ തന്നെ ഉണ്ട് കേട്ടോ. ബ്ലോഗർ അല്ല, അപ്പൊ പിന്നെ വീഡിയോ എടുക്കാതെ പിന്നെ അവർക്ക് എങ്ങനെ ഫുഡ് തിന്നാൻ കൊടുക്കാന്ന് വിചാരിച്ചാണ് ഞാൻ കുറച്ച് വീഡിയോ കട്ടിങ്സ് ചെറ എടുത്ത്. അതിന്റെ ശേഷം പിന്നെ ഒരു അറ്റാക്ക് ആയിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പെട്ടെന്ന് തന്നെ സാധനം തീർന്നു കേട്ടോ. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ടേസ്റ്റ് ആയിരുന്നു. അപ്പോഴാണ് പാർക്ക് റെസ്റ്റോറന്റിന്റെ ഓണർ ആയിട്ടുള്ള ലത്തീഫ് നമ്മളെ അടുത്തേക്ക് വന്നുകാണ്ട് അവിടെയുള്ള ഡിഷസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടോ. ഇവർക്ക് കേരളത്തിൽ അങ്ങോളങ്ങളായിട്ട് അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ഷോപ്പുകൾ വേറെ ഉണ്ട് കേട്ടോ. കല്യാണ പ്രോഗ്രാംസോ വേറെ എന്ത് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് ഇവന്റ് മാനേജ്മെന്റ് പരിപാടികളും ഇവരെ എടുത്തുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പുത്തനാണി ഭാഗത്തേക്ക് എങ്ങനെയും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാർക്ക് റെസ്റ്റോറന്റ് ഒന്ന് വിസിറ്റ് ചെയ്തോളി. ലൊക്കേഷൻ വരുന്ന പുത്തനാണിക്ക് കോട്ടക്ക് പോണ വഴിയില്.